നമസ്കാരം. ബ്രിട്ടീഷ് വാർത്തകളിലേക്ക് സ്വാഗതം. രോഗവ്യാപനം നിയന്ത്രിക്കാൻ മിക്ക രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണും അന്താരാഷ്ട്ര യാത്രാ വിലക്കും ഒക്കെയായി നിരവധി പേർക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത യാത്രകൾ റദ്ദാക്കേണ്ടതായി വന്നു. നിങ്ങൾ ടിക്കറ്റിനായി ചെലവാക്കിയ പണം തിരിച്ചു കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് അറിയുക. ഏകദേശം 7 ബില്യൺ പൗണ്ട് യാത്രകൾ റദ്ദ് ചെയ്ത വകയിലും മറ്റുമായി യാത്രക്കാർക്ക് നൽകാതെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വിവിധ എയർലൈനുകൾക്കെതിരെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നിയമം തെറ്റിച്ചതിന് വിവിധ ട്രാവൽ ഏജന്റുമാർക്കെതിരെയും കേസുകൾ എടുത്തേക്കും. യാത്ര റദ്ദ് ചെയ്തവരിൽ ചിലർ ബാങ്ക് വഴിയോ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡർ വഴിയോ പണം തിരികെ കിട്ടിയവരാണ്. കൺസ്യൂമർ ക്രെഡിറ്റ് ആക്ട് സെക്ഷൻ 75 പ്രകാരം ഒരു ഉപഭോക്താവിന് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ തിരികെ അവകാശപ്പെടാം, അല്ലെങ്കിൽ ചാർജ് ബ്ലാക്ക് ക്ലെയിം വഴി ബാങ്കിൽ നിന്നും പണം തിരികെ അവകാശപ്പെടാം. ഇത് എല്ലാ കാർഡ് പേയ്മെന്റുകൾക്കും ബാധകമാണ്. എന്നാൽ ഇത് നിയമപ്രകാരമായ ഒരു അവകാശമല്ലെന്ന് ഓർക്കണം. ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് ഡൗൺ കൗൺസിലിന് ഇനി പുതിയ മേയർ. ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് ഡൗൺ കൗൺസിലിന്റെ മേയർ സ്ഥാനത്തു നിന്നും ടോം ആദിത്യ വിരമിച്ചു. ടോണി ഗ്രിഫിൽസ് ആണ് കൗൺസിലിന്റെ പുതിയ മേയറായി സ്ഥാനമേറ്റിരിക്കുന്നത്. 1 വർഷത്തെ അധികാര കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ടോം ആദിത്യ മേയർ സ്ഥാനം ഒഴിഞ്ഞത്. വളരെ അപ്രതീക്ഷിതമായാണ് മേയർ സ്ഥാനത്തേക്ക് ടോം ആദിത്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 വട്ടം സിറ്റി കൗൺസിൽ മെമ്പറായ ടോം ആദിത്യ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ വിവരം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ടോമിന്റെ സിറ്റിംഗ് സീറ്റിൽ കൺസർവേറ്റീവുകൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ നോമിനേഷൻ നൽകുന്ന അവസാന ദിവസം ആ സ്ഥാനാർത്ഥി കൺസർവേറ്റീവ് പാർട്ടി പുതിയ ബ്രെക്സിറ്റ് പാർട്ടിക്ക് പിന്നാലെ പോയി. ബ്രെക്സിറ്റിന്റെ പേരിൽ UK-യിലെമ്പാടും ടോറികൾ അനുഭവിച്ച പ്രധാന തലവേദനയായിരുന്നു നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. ഒടുവിൽ മറ്റൊരു നിർവാഹവുമില്ലാതെ ടോമിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ ഒരു ചടങ്ങ് പോലെയായിരുന്നു മത്സരം. പക്ഷേ ഫലം വന്നപ്പോൾ ഈ റാന്നിക്കാരൻ എല്ലാവരെയും ഞെട്ടിച്ചു. കഴിഞ്ഞ 2 തവണയും പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ മുന്നിൽ 2 ഭാഗവും നേടിയാണ് ടോം ഹാട്രിക് വിജയം നേടിയത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ UK-യിലെമ്പാടും കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച സിൻഡോയ്ക്കായി UK മലയാളികൾ പൗണ്ട് പിരിച്ചു. UK മലയാളികൾക്കിടയിൽ COVID-19 ആദ്യ സംഹാരങ്ങളിൽ ഒന്നായിരുന്നു ലണ്ടൻ റെഡ് ഹില്ലിൽ താമസിച്ചിരുന്ന സിൻഡോ ജോർജിന്റെ ജീവൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജീവിതം തള്ളി നീക്കുന്ന പ്രാരാബ്ധക്കാരനായിരുന്നു സിൻഡോ. 3 പിഞ്ചു മക്കളെ നെഞ്ചോട് ചേർത്ത് ഭാര്യയ്ക്കൊപ്പം ജീവിതം കരകയറ്റുവാൻ പാടുപെട്ട സിൻഡോയ്ക്ക് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നാട്ടിലേക്ക് പോലും വരാൻ കഴിഞ്ഞിരുന്നില്ല. നഴ്സായും കെയർ ഹോമുകളിലും ഒടുവിൽ ഹോട്ടൽ ജീവനക്കാരനായും വരെ ജോലി ചെയ്യേണ്ടി വന്ന സിൻഡോ സ്വന്തം വേദനകൾ സുഹൃത്തുക്കളെ പോലും അറിയിച്ചിരുന്നില്ല. എന്നാൽ കഠിനമായി അധ്വാനിച്ച ജീവിതം മുന്നോട്ട് നീക്കിയ സിൻഡോയുടെ ദുരിതത്തിന്റെ വ്യക്തമായ ചിത്രം മരണശേഷമാണ് സുഹൃത്തുക്കൾക്ക് പോലും പിടികിട്ടിയത്. തുടർന്നാണ് UK മലയാളികൾ ഒത്തുചേർന്ന് സിൻഡോയുടെ കുടുംബത്തെ സഹായിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ അടക്കമുള്ള നിരവധി മലയാളി കൂട്ടായ്മകളും വ്യക്തികളും ചേർന്ന് സിൻഡോയുടെ കുടുംബത്തെ സഹായിക്കുവാൻ ഒത്തുചേർന്ന് പരിശ്രമിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ശ്രമഫലത്തിനൊടുവിൽ പൗണ്ട് ശേഖരിക്കുകയായിരുന്നു. ഫിലിപ്പ് രാജകുമാരന് ഇന്ന് 99 വയസ്സ്. ഫിലിപ്പ് രാജകുമാരന്റെ 99ാം പിറന്നാൾ ദിനത്തിൽ രാജകുമാരനും രാജ്ഞിയും ഒന്നിച്ചുള്ള ഒരു പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മഞ്ഞപുഷ്പങ്ങൾ നിറഞ്ഞ ഏഞ്ചല കെല്ലി വസ്ത്രമണിഞ്ഞ രാജ്ഞിയും നേവി ബ്ലേസറും ഇളംചാര നിറത്തിലുള്ള ട്രൗസറും അണിഞ്ഞ രാജകുമാരനുമുള്ള ചിത്രം രാജഭക്തർ ആഘോഷമാക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിനേക്കാളേറെ സമയം ഇപ്പോൾ രാജ്ഞിയും ഭർത്താവും ഒരുമിച്ച് കഴിയുകയാണ്. ലോക്ക്ഡൌൺ കാരണം സാൻഡിഗ്രാം എസ്റ്റേറ്റിലെ തന്റെ വുഡ് ഫാം എന്ന കോട്ടേജിലായിരുന്നു രാജകുമാരൻ ഏറിയ സമയവും ചെലവഴിച്ചിരുന്നത്. രാജ്ഞിയാകട്ടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ഏകദേശം 100 മൈൽ അകലെയുള്ള ബക്കിംഗ്ഹാം കൊട്ടാരത്തിലോ വിൻഡസർ കൊട്ടാരത്തിലോ ആയിരിക്കും കൂടുതൽ നേരവും. എന്നാൽ കൊറോണ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ ദിനങ്ങളിൽ തന്നെ ഇരുവരുടെയും സുരക്ഷയെ കരുതി ഇരുവരെയും ബെർക്ക്ഷയർ കൊട്ടാരത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ലോക്ക്ഡൌണിന് തൊട്ട് മുൻപായി മാർച്ച് 19-നാണ് ഫിലിപ്പ് രാജകുമാരൻ അവിടേക്ക് ഹെലികോപ്റ്ററിൽ എത്തിയത്. UK-യിൽ കെയർ ഹോമുകളിലെ താമസക്കാരിൽ 6% പേരും കൊറോണയിൽ മരിച്ചെന്ന് സൂചന. ബ്രിട്ടനെ ദുരിതക്കയത്തിലാഴ്ത്തിയ കൊറോണ എന്ന വൈറസ് കെയർ ഹോമുകളിലെ അന്തേവാസികളെയും കാര്യമായി ബാധിച്ചുവെന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കെയർ ഹോം അന്തേവാസികളിൽ 16 പേരിൽ ഒരാൾ വീതം COVID-19 കീഴടങ്ങി മരണത്തെ വരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. മാർച്ചിൽ രോഗവ്യാപനം കഠിനമാകാൻ തുടങ്ങിയത് മുതൽ കെയർ ഹോമുകളിൽ നടപടികൾ എടുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന ആരോപണം ഉയർന്നിരുന്നു. അത് ശരിവയ്ക്കുകയാണ് ഈ കണക്കുകൾ. സർക്കാർ സ്ഥിരീകരിക്കാത്ത ഒരു കണക്ക് പ്രകാരം ഈ പകർച്ചവ്യാധിയുടെ തുടക്കം മുതൽ വിവിധ കെയർ ഹോമുകളിലായി നടന്നിട്ടുള്ളത് 26,211 മരണങ്ങളാണ്. അടിമക്കച്ചവടത്തിനും വംശീയതയ്ക്കും കൂട്ടുനിന്ന ബ്രിട്ടീഷ് ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾക്ക് നേരെ ആക്രമണം. ഡോക്കിൽ സ്ഥാപിച്ചിരുന്ന നൂറ്റാണ്ടിലെ ഒരു അടിമക്കച്ചവടക്കാരന്റെ പ്രതിമ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി
തദ്ദേശ ഭരണകൂടത്തിന് നീക്കം ചെയ്യേണ്ടി വന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിമകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മില്ലിഗണിൻ്റേത് ഉൾപ്പെടെ ഏകദേശം 60 പ്രതിമകൾ തകർക്കാനാണ് പ്രതിഷേധക്കാർ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരുടെ കൂക്കുവിളികൾക്കിടയിലൂടെയാണ് റോബർട്ട് മില്ലിഗണിന്റെ പ്രതിമ ലണ്ടൻ ഡോക്ക്ലാൻഡിലെ വെസ്റ്റ് ഇന്ത്യ കെയിൽ നിന്നും നീക്കം ചെയ്തത്. സ്കോട്ടിഷ് കച്ചവടക്കാരനായ ഇദ്ദേഹത്തിന്റെ ജമൈക്കൻ കരിമ്പ് തോട്ടത്തിൽ മാത്രം 526 അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മ്യൂസിയം ഓഫ് ലണ്ടന്റെയും ലണ്ടൻ ബോറോ ഓഫ് ടവർ ഹാംലെറ്റ്സിന്റെയും സഹായത്തോടെയാണ് കനാൽ ആൻഡ് റിവർ ട്രസ്റ്റ് ഈ വെങ്കല പ്രതിമ നീക്കം ചെയ്തത്. കൂടുതൽ ബ്രിട്ടീഷ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.